ചോദ്യം ഇതായിരുന്നു, കുഡ് യു ഷെയർ വൺ സ്കിൽ ഓർ ഹാബിറ്റ് ദാറ്റ് ചേഞ്ച്ഡ് യുവർ ലൈഫ് ദ മോസ്റ്റ്? ഐ ഹാഡ് ലവ് ടു ലേൺ ഫ്രം യു. വെൽക്കം ടു ഡേ 30 ഓഫ് 100 ഡേയ്സ് പ്രോഗ്രസ് ചലഞ്ച്. ഇന്ന് എൻ്റെ ഫോളോവറുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ആക്ച്വലി ഈ ചോദ്യം കേട്ട സമയത്ത് ഞാൻ ഏകദേശം 15ഓളം ഹാബിറ്റ് കഴിഞ്ഞൊരു 30 ഡേയ്സ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആ 15 കാര്യങ്ങളും തന്നെ എൻ്റെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന ഹാബിറ്റുകളാണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന ഹാബിറ്റുകളായിരുന്നു. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ട സമയത്ത് ഞാൻ ഏത് ഹാബിറ്റാണ് അല്ലെങ്കിൽ ഏത് സ്കില്ലാണ് പറയാമെന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ആയ ഒരു കാര്യമുണ്ട്. എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ ഈ ഒരു 30 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ചലഞ്ചിൽ എന്നെ സഹായിച്ച അല്ലെങ്കിൽ എന്നിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ കാരണമായ ഹാബിറ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. യെസ്, നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു അസറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലെ കറൻസിയാണ് 24 hours ഉള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. അതിൽ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും വളരെ പ്രൊഡക്റ്റീവായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഏറ്റവും അടിപൊളിയായുള്ള ഒരു കാര്യം ഫ്രീ ടൈമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ 24 മണിക്കൂറിനെ കൈകാര്യം ചെയ്യുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ആസ്പദമാക്കിയിട്ടാണ് ഓരോ മിനിറ്റും മണിക്കൂറുകളാവുന്നതും മണിക്കൂറുകൾ ദിവസങ്ങളാവുന്നതും ദിവസങ്ങൾ മാസങ്ങളാവുന്നതും മാസങ്ങൾ വർഷങ്ങളാവുന്നതും ഒക്കെ. സോ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ടാവും, ഒരുപാട് ചലഞ്ചുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും അതൊക്കെ പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോലോ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറ്. ഇതിന് മെയിൻ കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നതാണ്. ടൈമിനെ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് എന്നെ സഹായിക്കുന്നത് ജസ്റ്റ് ഒരു ടു ഡു ബുക്കാണ്. ആ ടു ഡു ബുക്കിൽ ഞാൻ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ടാസ്കുകളെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഓരോ ടാസ്കിനും എത്ര സമയം വേണമെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ഒരു 90% എനിക്കത് കൃത്യമായിട്ട് ഇന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അറിവ് അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഫോളോ ചെയ്തോ, കൂടെ കുടിക്കും.